35 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ 2 കുട്ടികളുടെ അമ്മയായ മാധവി എന്ന സ്ത്രീയെ ഭർത്താവും എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥനുമായ ഗുരുമൂർത്തി ദാരുണമായി കൊലപ്പെടുത്തുകയും പിന്നീട് വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി പ്രഷർ കുക്കറിലിട്ട് വേവിച്ച് ശരീരഭാഗങ്ങൾ അടുത്തുള്ള പുഴയിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വെറും ഒരു കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് തെലങ്കാനയിലെ രംഗറെഡ്ഡി ഡിസ്ട്രിക്റ്റിലുള്ള മീർപത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വെങ്കടേശ്വര കോളനിയിലാണ്. കാഞ്ചൻബാഗിലെ സെക്യൂരിറ്റി ഗാർഡായ എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥനുമായ ഗുരുമൂർത്തി എന്നയാളാണ് തന്റെ ഭാര്യയായ മാധവിയെ ഇപ്രകാരം ദാരുണമായി കൊല ചെയ്തിരിക്കുന്നത്. 2025 ജനുവരി 18 മുതൽ തന്റെ മകളായ കുട്ടവെങ്കിട്ട മാധവിയെ കാണാനില്ല എന്നൊരു പരാതി മാധവിയുടെ അമ്മ സുബമ്മ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും സംശയത്തിന്റെ ഭാഗമായി മാധവിയുടെ ഭർത്താവായ ഗുരുമൂർത്തിയെ ചോദ്യം ചെയ്യുന്നു. ഗുരുമൂർത്തി പറയുന്നത് ഇപ്രകാരമാണ്: ജനുവരി 16-ാം തീയതി വൈകുന്നേരം തങ്ങൾ തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം മാധവി വീട് വിട്ട് ഇറങ്ങിപ്പോവുകയുമായിരുന്നു. പക്ഷേ മീർപത്ത് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ നാഗരാജുവിന്റെ തന്ത്രപരമായ ഇടപെടലിൽ ഗുരുമൂർത്തി നൽകിയ സ്റ്റേറ്റ്മെന്റിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഗുരുമൂർത്തിയെ അറസ്റ്റും ചെയ്യുന്നു. ഗുരുമൂർത്തി പറയുന്നതനുസരിച്ച് സംഭവം നടക്കുന്ന ദിവസം, അതായത് 2025 ജനുവരി 16-ാം തീയതി ഇവരുടെ 2 കുട്ടികളും മാധവിയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. അന്നേ ദിവസം വൈകുന്നേരം ഇവർ രണ്ടുപേരും ചില വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുകയും അതിന്റെ അവസാനം ഗുരുമൂർത്തി മാധവിയെ കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കുന്നതിനായി ഗുരുമൂർത്തി മാധവിയുടെ ശവശരീരം ബാത്റൂമിൽ വെച്ച് വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങൾ ഒന്നൊന്നായി പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം മാംസവും എല്ലും വേർതിരിച്ചെടുത്ത് ഒരു ഉലക്ക ഉപയോഗിച്ച് എല്ലുകളെല്ലാം പൊടിച്ചെടുക്കും. വീണ്ടും അത് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കും. അതിനുശേഷം ഓരോന്നും പ്ലാസ്റ്റിക് കവറുകളിലാക്കി തൊട്ടടുത്ത കായലിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇങ്ങനെ മാധവിയുടെ ശവശരീരം മുഴുവനായി വേവിച്ചെടുക്കാൻ ഏകദേശം 3 ദിവസം എടുത്തു എന്നാണ് ഗുരുമൂർത്തി പോലീസിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ജനുവരി 22-ാം തീയതി വൈകുന്നേരത്തോടെ മാധവിയുടെ ശരീരഭാഗങ്ങൾ എന്ന് കരുതുന്ന ചില റിമൈൻസ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൽബി നഗർ DCP ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്രകാരമാണ്: ഗുരുമൂർത്തിക്ക് തന്റെ ഭാര്യയെ സംശയമായിരുന്നു. ആ സംശയത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. എന്നാൽ ദൃക്സാക്ഷികളോ തെളിവുകളോ ഇല്ലാത്തതിന്റെ പേരിൽ മാധവിയുടെ കൊലപാതകം ഇന്നും സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ ഇത് ഒരു മിസ്സിംഗ് കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ മാധവിയുടെ കൊലപാതകം തെളിയിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്.